വാശിയേറിയ മത്സരം നടന്ന ഡൽഹി വിധിയെഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒടുവിലത്തെ കണക്കനുസരിച്ച് 54.48% ഇവിടുത്തെ പോളിംഗ്. 5 മണിവരെ രാജ്യതലസ്ഥാനത്ത് 53.73% പോളിംഗ് രേഖപ്പെടുത്തി. ബിജെപിയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രാജ്യതലസ്ഥാനത്ത് നടന്നത്. രാജ്യതലസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിൽ 4ഇടത്ത് ആം ആദ്മി പാർട്ടി മത്സരിച്ചപ്പോൾ 3ഇടത്ത് കോൺഗ്രസാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്കായി മത്സരിച്ചത്. 7 സിറ്റിംഗ് സീറ്റുകളിൽ മനോജ് തിവാരി ഒഴികെയുള്ള എംപിമാരെ മത്സരരംഗത്ത് നിന്ന് മാറ്റിയ ബിജെപി പുതുമുഖങ്ങളെയാണ് മത്സരരംഗത്തിറക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നേടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രചാരണത്തിൽ സജീവമായത് ആം ആദ്മി പാർട്ടിക്ക് കരുത്തായി. മലയാളികളടക്കം മറുനാട്ടുകാർ ഡൽഹിയിൽ നിർണായക ശക്തിയാണ്. മലയാളികൾ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹിയിലെ വോട്ട് നാട്ടിൽ അത്രയ്ക്കൊരു ആവേശം ഇവിടെ ഇല്ലെന്ന് പറയാം. ഇവിടെ നാട്ടിലാകുമ്പോൾ നമ്മൾ നിരന്തരം ഡെയിലി നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വോട്ട് ചെയ്യാം, കാൻഡിഡേറ്റ് ഏതാണെന്ന് പോലും നമ്മൾ പേപ്പറിലും മറ്റും നോക്കി കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റമുണ്ട്. നാട്ടിൽ എത്ര ആവശ്യം ഇവിടെ കാണുന്നില്ല, അതേ ഉള്ളൂ. വോട്ടിംഗ് നമ്മൾ സാധാരണ ഇപ്പം നടക്കുന്ന രാഷ്ട്രീയ അവസരങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും നോക്കിക്കണ്ടും ചെയ്യുക. ഇവിടുത്തെ ഓരോ യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഏത് പാർട്ടിയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഇരു മുന്നണികൾക്കും വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. മദ്യനയ അഴിമതി മാത്രമല്ല, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും ഡൽഹിയിൽ ചർച്ചയായി. രാജ്യസഭാംഗം സ്വാതി മലിവാളിന് നേർക്കുണ്ടായ അതിക്രമവും ഡൽഹിയിൽ പ്രചാരണ വിഷയമായി. ആം ആദ്മി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സ്വാതി വോട്ട് രേഖപ്പെടുത്തി. ബിജെപി ഇക്കുറിയും 7 സീറ്റുകളും നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ബിജെപിയെ പരാജയപ്പെടുത്താമെന്ന കണക്കുകൂട്ടലിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. കനത്ത ചൂടിലാണ് ഡൽഹി വിധി എഴുതിയത്. മദ്യനയ അഴിമതി, സ്വാതി മലിവാളിന് നേർക്കുണ്ടായ അതിക്രമം, അങ്ങനെ വിഷയങ്ങൾ പലതായിരുന്നു ഡൽഹിയിൽ ചർച്ചയായത്. ഡൽഹിയുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ജൂൺ 4 വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരുന്നേ മതിയാകൂ. ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം ഡൽഹിയിൽ നിന്ന് അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ് തുളസീധരൻ.